നമുക്കൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. അപ്പോൾ നമുക്ക് ഞാൻ കോമ്പാക്റ്റും എല്ലാം ഇട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്കൊരു ഐ ഷാഡോസാണ് ഇട്ട് വയ്ക്കേണ്ടത്. നമുക്കൊരു യെല്ലോ കളറാണ് ഞാൻ ഐ ഷാഡോ ഉദ്ദേശിക്കുന്നത്. നമുക്കത് ഇടാം. നമുക്ക് യെല്ലോ കളർ ഇടാം കേട്ടോ. ഓക്കെ, നമ്മൾ തന്നെ യെല്ലോ ഐ ഷാഡ് ഇട്ടുണ്ട്. ഇനി നമുക്ക് അടുത്തത് നമുക്ക് ഐ ഷാഡൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇടാൻ ഐലൈനറാണല്ലോ. ഐലൈനർ എനിക്ക് വീഡിയോയിൽ നോക്കി ഇടാൻ പറ്റില്ല. ഞാൻ ഐലൈനർ എഴുതാം. ഓക്കെ, ഐലൈനർ എഴുതിയിട്ട് വരാം. ഇത് ഡാസ്ലറിൻ്റെ നോർമലാണ്, വാട്ടർ പ്രൂഫ് ഒന്നുമല്ല. അപ്പോൾ നമുക്ക് ഐലൈനർ ഒന്ന് എഴുതാം കേട്ടോ. അപ്പോൾ കണ്ണൊക്കെ എഴുതിയപ്പോൾ സുന്ദരി കുട്ടിയായോ ഞാൻ. ഇനി പൊട്ടാണ്. അത് നമുക്ക് പൊട്ട് തൊടട്ടാം. പൊട്ടത് ഇങ്ങനത്തെയാണ്, വട്ടാണ് കേട്ടോ. നമുക്ക് വട്ടത്തിൽ ഇട്ടിട്ടാം. മഞ്ഞ കേട്ടോ, മഞ്ഞയിലുണ്ട്. അപ്പോൾ മഞ്ഞ ഇടാൻ വിചാരിച്ചിട്ടോ. അപ്പോൾ നമുക്ക് മഞ്ഞ ഇടാം. അപ്പം അത് ഞാൻ മഞ്ഞ പൊട്ട് തൊട്ടു. ഇനി നമുക്ക് ഇവിടെ കുറച്ചൊന്ന് ചുമപ്പിക്കണ്ട, ചുമപ്പിക്കാം. ഓക്കെ, നമുക്കിനി ബ്ലഷ് ഇടാം കേട്ടോ. വളരെ കുറച്ച് ശേഷമാണ് ഞാൻ ഇടുന്നത്. എന്നിട്ട് ഇവിടെ പോയി ഓക്കെ, ബ്ലഷ് ഇട്ട്. ഇത് ക്ലിയാരിറ്റി ഇല്ലാത്ത ഫോണാണ്, അത് കാരണം കേട്ടോ കാണാതെ. മൂക്കുമിട്ടുണ്ട്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്. ദിസ് ഈസ് മൈ ഫേവറേറ്റ്. ലിപ്സ്റ്റിക്ക് ഇടാനാണ് കൂടുതൽ സന്തോഷം എനിക്കുണ്ടാവുക. നമുക്ക് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. നമുക്ക് ലിപ്പ് ലൈനർ വരച്ച് കൊടുക്കാം. അത് ഞാൻ ലിപ്പ് ലൈനർ വരച്ച് കൊടുക്കാം. കണ്ടോ, ലിപ്പ് ലൈനർ വരച്ചിട്ടുണ്ട്. ഞാനൊരു ബ്രൗൺ ഷെയ്ഡാണ്. ബ്രൗൺ ഷെയ്ഡ് എവിടെ പോയി? ഇതാണോ? അതെ, ഇതാണ്. ഇതൊരുമാതിരി ഡാർക്ക് ബ്രൗൺ ഷെയ്ഡാണ്. എന്നാലും നമുക്ക് ട്രൈ ചെയ്യാം. ഓക്കെ, ട്രൈ ചെയ്യാം. ലിപ്സ്റ്റിക് ഇടാം കേട്ടോ. അപ്പോൾ എൻ്റെ ഗെറ്റ് റെഡി വിത്ത് മീ ഇഷ്ടമായിരുന്നെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബൊക്കെ ചെയ്യണം. എല്ലാവർക്കും ബൈ.